കത്രീന, കത്രീന, വന്നോളൂ. എൻ്റെ സാറുമാരെ അതിനകത്ത് വേറൊന്നുമില്ല. കുറച്ച് മരുന്നും കുളിസോപ്പും മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല സാറേ. ആ നമ്പർ ഇട്ട് മാറ്റി വെച്ചോളൂ. അലക്സ് മേസ്ത്രിയുടെ പെങ്ങളാ. പിന്നെ ജോൺ സൂപ്രണ്ടിൻ്റെ അനുവാദമുണ്ട്. മേസ്ത്രിക്ക് വെളിയിൽ നിന്ന് പെങ്ങളെ കാണാനും സംസാരിക്കാനും. അതെന്താന്ന് വെച്ചാൽ ചെയ്യൂ, അധികം സമയം എടുക്കണ്ട. ശരി. ഇന്നത്രേ കരയുന്നേ? എൻ്റെ ഇങ്ങനെ കാണേണ്ടി വരുമ്പോ എനിക്കും കൂടെ വേണ്ടിട്ടല്ലേ. നീ എന്നാടി പറയുന്നേ? അവനെന്തേ വർഗീസ്? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. കൊള്ളരുതാത്തം വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ വരുമ്പോ ഞാൻ ഇത് തന്നെയാ പറയുന്നത്. എൻ്റെ മോനെ എങ്ങാനും കാണാറുണ്ടോ? അവനെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? നടക്കലെന്നറിയാം. അബ്ദുക്കാക്ക് എങ്ങനെയുണ്ട്? ഒത്തിരി നാളായി ഇങ്ങോട്ട് കണ്ടിട്ട്. നടക്കാനൊന്നും വയ്യ, എന്നാലും ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴും പറയും. പുള്ളിക്കാരൻ വരാത്തോണ്ട് നാട്ടിലെ വിശേഷമൊന്നും അറിയുന്നില്ല. എന്നോട് എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നാറുണ്ടോ? നീ എന്നതാണ് ഈ പറയുന്നത്? ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഇതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് ആലോചിക്കുമ്പോ സമനില തെറ്റുന്ന പോലെ തോന്നും. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ തലയിലെടുത്താണ് കൊച്ചേ. ഇങ്ങനെ ഒന്ന് കരയാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ഈ കരച്ചിലും പിടിച്ചിലൊന്നും കാണും. സമയം ചേനെ വിഷമിപ്പിക്കുന്നില്ല. പോയേക്കുവാ. ശരിക്കും ഈ അലക്സ് മേസ്ത്രി ആരാ? ആരാ? പാലായിൽ നിന്ന് എൻ്റെ അപ്പം പുല്ലാങ്കുന്നേൽ ഫിലിപ്പോസിൻ്റെ കൂടെ അടിവാരത്തെത്തുമ്പോൾ എനിക്ക് വയസ്സ് 14. എന്നാ പറ്റി? എന്നാ നാട്ടുകട സദാശിവൻ പറമ്പിൽ പണിയെടുത്ത് എന്റെ കൂലി ചോദിച്ചതിനാ മുറ്റത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ആ തല്ലിയത്. ഇനി അവനെങ്ങനെ വിട്ടാ പറ്റില്ല ഫിലിപ്പോസായ. എന്തെങ്കിലും ഉടനെ ചെയ്തേ. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോ. അടിവാരം മുഴുവൻ അന്ന് മാട്ടുക്കെട്ട സദാശിവൻ എന്ന മുതലാളിയുടെ കയ്യിലായിരുന്നു. പേടിക്കണ്ടവാ.
അപ്പനും അമ്മച്ചിക്കും കൂടി ഞങ്ങൾ 4 പേരാ. ഞാനായിരുന്നു ഏറ്റവും താഴെ. എടാ, നമ്മുടെ കർത്താവ് തമ്പുരാനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത മനുഷ്യനാത്. ഇവിടെയുണ്ട് കുറെ പാവങ്ങൾ. മാട്ടക്കെട്ട സദാശിവനെ പോലുള്ള നാറികൾ നാട് ഭരിക്കുമ്പോൾ നമ്മുടെ പാവം കർത്താവ് തമ്പുരാൻ പോരടാ. ഉശിരുള്ള കഷ്ടമുള്ള തന്നെ വേണം, ചോരയ്ക്ക് ചോര തന്നെ വീഴണം. ഇതിങ്ങനെ കയ്യിലെടുക്കുമ്പോ എന്താണെന്നറിയത്തില്ല, മലമ്പാമ്പ് കയറും പോലെ ഉള്ളിലൊരു ധൈര്യം കയറി വരും. പിന്നെ മാട്ടുക്കട്ടയല്ല, ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പുല്ലാടാം. നാട്ടിൽ ആനയെല്ലാം നിന്റെ അപ്പാപ്പൻ വരുവാടാ. എടുക്കടാ, അതീ മുക്ക മുക്കടാ. വാടാ, ഇങ്ങോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ കയറി വേണം. നീ അങ്ങനെ ഇവിടെ കയറി മേയാന്ന് വിചാരിക്കണം. ഇറങ്ങി വേണം ധൈര്യം ഉണ്ടെങ്കിൽ. പേടിപ്പിക്കല്ലേ, ചങ്കൂറ്റത്തോടെ പറയടാ. ഏത് കൊലകൊമ്പിനാണെങ്കിലും വാടാ. ഓ പോടാ, പോ പോ. പോ. ഇരിക്കടാ. മനുഷ്യന്റെ ചങ്കുറപ്പിന് മുന്നിൽ എന്നെ ആനയാലും നിൽക്കത്തില്ലടാ. കാട്ടിന്ന് കിട്ടുന്ന ഈ കരുത്ത് അതുകൊണ്ടെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എത്ര കാലം ആ തെമ്മാടികളെ ഭയന്ന് നമ്മളിവിടെ ജീവിക്കും? ഇതിനൊരു മാറ്റം വേണ്ടേ? അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ആ വാക്കുകൾ എനിക്ക് ആത്മവിശ്വാസം പകർന്നു. അപ്പനൊരു നാടിൻ്റെ മുഴുവൻ ആവേശമായി മാറുകയായിരുന്നു. തൊഴിലാളി ദ്രോഹം തുടരുന്ന മാട്ടുക്കെട്ട സദാശിവനെതിരെ എൻ്റെ അപ്പൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കൊടിമരമുയർന്നു. അതായിരുന്നു അടിവാരത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി കെട്ടിയ ആദ്യത്തെ കൊടിമരം. കമ്മ്യൂണിസം എടാ, ഇത് മാട്ടുക്കട്ട സദാശിവന്റെ നാടാ. ഇവിടെ നിന്റെ പാർട്ടിയും വേണ്ട, കൊടിയും വേണ്ട. എടുത്തോണ്ട് പോടാ. വണ്ടിയൊക്കെ വലിച്ചു വലിക്കണമല്ല. ഒറ്റൊരുത്തിന് ഇവിടുന്ന് അനങ്ങി പോകരുത്. ഇനി ഇതിവിടെ പറക്കും. ഇതിലെങ്ങാനും തൊട്ടാ മാട്ടുക്കട്ടെ. ഇവന് ഇവന് ഇന്നോട് തീർത്തടാ. നീ ആടെ ഇവിടെ കൊടി കുത്താൻ? വിപ്ലവം തുടങ്ങിയിട്ടുള്ളൂ സാറേ. സാറേ, ഇനി അവരെ വെച്ചോണ്ടിരുന്നാൽ നാട്ടുകാർ നമ്മൾ എവിടെ കത്തിക്കും.
പട്ടാളക്കാർക്കിടയിൽ നിന്ന് ഓടിവന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കത്രീന എൻ്റെ കുഞ്ഞു പെങ്ങളാണെന്ന് ഞാൻ അറിയുന്നത് അന്നാണ്. ഞാൻ അപ്പനോടൊന്നും ചോദിച്ചില്ല. അവരുടെ കണ്ണീരിന് മുന്നിൽ എനിക്ക് ചോദ്യങ്ങളില്ലായിരുന്നു. സഖാക്കളെ, മലയോര കർഷകന്റെ വിയർപ്പ് വീണ് നനഞ്ഞ ഈ അടിവാരത്തെ മണ്ണിൽ ആദ്യമായി ചെങ്കൊടി കുത്തിയത് സഖാവ് ഫിലിപ്പോസിന്റെ ഈ കരുത്തുറ്റ കൈകൾ കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഫിലിപ്പോസിനെ നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി തിരഞ്ഞെടുത്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! അങ്ങോട്ട് പോയി കളിച്ചു മോളെ, അങ്ങോട്ട് പോയി കളിച്ചു. ഇവളുടെ കാര്യം എങ്ങാനും അമ്മച്ചി അറിഞ്ഞ കത്രീനയെ കുറിച്ചുള്ള സത്യം അറിയുന്നതിന് മുമ്പേ അമ്മച്ചി പോയി. പിന്നാലെ അപ്പനും. മരണം വരുമൊരു നാളോർക്കുക മത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുകയാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഉണ്ട്. കത്രീന, മോളെ മോളിങ്ങോട്ട് കരയാതെ വാ. ഇവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അപ്പനും അമ്മയില്ലാത്ത കൊച്ച, അതിനെ പെരുവഴി ഇറക്കി വിട്ടാൽ തമ്പരാൻ പൊറുക്കുകയില്ല. അപ്പോ അപ്പൻ നമ്മുടെ അമ്മച്ചിയോട് ചെയ്ത് തെറ്റോ? അത് പൊറുക്കാൻ പറ്റുന്നതാണോ? ആ പൊറുക്കണ്ട. തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തെറ്റാ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അതിനിപ്പോ എന്നാ വേണം? വേണ്ട ചായ, ഞാൻ പൊക്കോളാം. എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. നീ മിണ്ടേരടി. നിങ്ങളൊക്കെ ഈ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അപ്പനും കൂടെ അടിവാരത്തെ കാട്ടിക്കിടന്ന് കഷ്ടപ്പെട്ടത് 1 2 അല്ല 16 കൊല്ലമാ. ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ടാക്കിയതുകൊണ്ടാ നിനക്കൊക്കെ ഈ സിമ്പിളന്മാര് കെട്ടിയന്മാരെ കിട്ടിയത്. പിന്നൊരു കാര്യം, ഇത് എന്റെ വേർപ്പോടെ കൂടെ ഉണ്ടാക്കിയ വീടാ. ഇവിടെ ആര് നിൽക്കണം പോണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്നാ അലക്സ് ഒരു കാര്യം ചെയ്യ്, നമുക്കുള്ളതെങ്കിൽ വീതം വെച്ച് തന്നേക്ക്. അളിയന്റെ വീട് ഇവിടെ കെട്ടിയപ്പോ തന്നെ തന്നല്ലോ 75 പവൻ. അങ്ങനെ 75 100 രൂപയായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണേ തരാം. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എഴുതി വെച്ചതാ. 3 പേർക്കും ആവശ്യത്തിനുണ്ട്. ഇതാ
ഇത് എൻ്റെ പേരിലുണ്ടായിരുന്നു. ഇതും 3 പേരും കൂടെ പങ്കിട്ട് തന്നു. ഇതിനെ ഞാനെടുത്തു. അപ്പൻ്റെ ചോരയല്ല. എനിക്കവിടെ നാഴി മണ്ണുണ്ട്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. കേരള ചെല്ലാം. നീ എന്നാ വിഷമിച്ചിരിക്കുന്നത്? അപ്പച്ചനും കൂടെ പോയില്ലേ? ഇനി എനിക്ക് ആരോ ഉള്ളേ? അപ്പൊ പിന്നെ ഞാനാരാ? ഇനി ഞാനാ നിന്റെ അപ്പനും അമ്മച്ചും. കേട്ടോ, ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇങ്ങോട്ട് നോക്കിയ ചായനുണ്ടടി കേട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിട്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അലക്സേ, ചക്ക വെട്ട് തുടങ്ങിയാ? ആ, ആദ്യം വെട്ട് ചക്കയാ. അത് പള്ളിക്കിരിക്കട്ടെ. അത് നന്നായി. വാ. അപ്പോഴേ ഇതെന്തിനാ പള്ളി കൊടുക്കുന്നേ? അതെ, വെഞ്ചിരിക്കാനാ. എൻ്റെ ഓർമ്മയിൽ ഫിലിപ്പോസ് ചേട്ടൻ മഴ നനയാണ്ടിരിക്കാൻ പോലും ഒന്ന് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. കാര്യം പുള്ളിക്കാരന് കർത്താവിനെ വേണ്ടായിരുന്നെങ്കിലും വലിയ നന്മയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിരുന്നു. എന്നാ ചോടൊരു ഒച്ച. അത് ഫൈനൽ റിഹേഴ്സലാ മാർഗംകളിയുടെ. പെരുന്നാളിന് ഇത്തവണ ജോറാക്കണം. എന്നാ കാണാം. ചിന്ത തെളിഞ്ഞിത് ചോഴനുമാവാനും തന്നോടെ മന്ദിരിമാരും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ. ചിന്ത തെളിഞ്ഞിത് ചോഴനുമാവാനും തന്നോടെ മന്ദിരിമാരും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ. ചൊല്ലിയൊരുപ്പ് നടത്തിനു തൊമയരുൾ വഴി പോലെ തെരെ. ചൊല്ലിയൊരുപ്പ് നടത്തിനു തൊമയരുൾ വഴി പോലെ തെരെ. നീ എന്നതാടാ പോയി കാണിക്കുന്നത്? ചവിട്ട് നടക്കും. ഇതല്ലേ കുച്ചിപ്പുടി? ഒന്ന് പോടാവേ, ഇതാണ് ഭരതനാട്യം. ഇത് ഭരതനാട്യം ഗിരതനാട്യം ഒന്നുമില്ല. പിന്നെ അല്ലേ? ഇതാണ് മാർഗംകളി. അങ്ങനെയാണെങ്കിൽ മാർഗംകളിക്ക് നമുക്ക് വേറെ പേരിടാം. ഇഷ്ടമില്ല? ഇത് മാർഗംകളിയൊന്നും അല്ല കേട്ടോ, ഇത് മരണക്കളിയാ. ആ വർക്കിച്ചനെയും ബെന്നിച്ചനെയും കണ്ടാ വെട്ടുപോത്തിനെ പോലെ ഇരിക്കും. അവന്മാരുടെ ഒരേ ഒരു പെങ്ങളാ. നീ അവന്മാരുടെ കൈ പെടാതെ നോക്കണം കേട്ടോ. സഖാവേ, എന്നതാ കൊച്ചിന്റെ പേര്? പേരറിഞ്ഞിട്ട് നിനക്ക് എന്തോണം? പോടാണ്. നീ ആ കല്ലെടുത്ത് കുടിക്കും. കൊച്ചിന്റെ പേര് എന്തായിരിക്കും? എന്തേ എടുത്തേ കപ്പായ ആവണേ? ആനിയെ ഇങ്ങ് വന്നേ. എടേ, നീ അങ്ങാടി പോകുമ്പോ ഇതും കൂടി കൊടുത്തേക്ക്. എനിക്കൊന്നും പറ്റില്ല. എനിക്ക് വായി നോക്കിയാ കണ്ടാ തന്നെ കലി വരും. നീ അവന്റെ വായി നോക്കണ്ടീ. പോയി ചായ. നാക്കിന്റെ പൈസ പോലും കിട്ടൂല.
ഇത്രയല്ല കണ്ടോ 5 ലിറ്ററിന്റെ കാശ 75 രൂപ. അങ്ങാടിയിലേ വേറെ കടകളില്ലാത്തന്റെ പൊളപ്പാ ഇവന്. നിനക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ലിറ്ററിന് 1 രൂപ കുറവാ. നിങ്ങളിങ്ങനെ കാശ് കുറച്ച് ഞങ്ങൾ എന്താ ചെയ്യാ? നീ അതങ്ങോട്ട് കാച്ചി കുടിക്കടി, നിന്റെ ശരീരമൊക്കെ അങ്ങോട്ട് കൊഴുക്കട്ടെ. ദേ വായിക്കൊള്ളാത്ത വർത്താനം പറയല്ലേ. ഓ അവളൊരു പുണ്യാളത്തെ വന്നേക്കണം. നീ എന്തിയോടി നീ ഇതെടുത്ത് നിന്റെ തലയെ കൂടി ഒഴിക്കും. ഒഴിക്കണോ? ഒന്ന് മാറിയിരിക്കണേ. ഒഴിക്കടി, ഒഴിക്ക്. ദിവസം മുഴുവൻ പറമ്പിലും പശുവിന്റെയും പിന്നാലെയൊക്കെ നടന്ന് ഇത് കൊണ്ടാക്കി കൊണ്ടുവരുമ്പോ കാശോ ഇല്ല. എന്നിട്ട് ഇവനൊക്കെ വായിലിരിക്കുന്നതും കൂടെ കേൾക്കണം. നിങ്ങളൊക്കെ വലിയ കർഷക സംഘത്തിന്റെ നേതാവാണെന്നല്ലേ പറയുന്നത്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്കറിയോ? വലിയ സ്വഭാവമാണത്രേ. തിരിച്ചടങ്ങിയിട്ടുണ്ട്, നിവൃത്തിയാ മതി. പള്ളിമുറ്റത്തെ മാർഗം കളിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ് ആനിയെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനുശേഷം കർഷക സംഘം ഒരു തീരുമാനമെടുത്തു. വിളകൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് അതിൻ്റെ വില നൽകുക. ആനി 1300. ഡേ കാശ് മേടിച്ചു പോ. അതിനോട് അതിർത്തിക്കൊന്നുമില്ലല്ലോ. ഇന്ത്യൻ പട്ടാളം എന്തിനാ കേരളത്തിൽ വരുന്നത്? ഇന്ത്യൻ പട്ടാളം പറ്റി പട്ടാളം അതിന് നമ്മുടെ ചൈനക്കാരൊന്നും അറിയാൻ പാടില്ല. അലക്സ്? അതെ, ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെയല്ല, ആരക്കുഴയിലെ ബെയിലി പാലം. പേപ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉരുളുവെട്ടലിന് ഒലിച്ചു പോയതാ. റൈറ്റ്. എന്നാ ഇവിടെ പറഞ്ഞില്ലേ, പ്രപ്പോസലുമായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കും. എനിക്ക് മനസ്സിലായി, വാറപ്പനല്ലേ? അതെ, ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടിരിക്കാം. ശരി, 2 മിനിറ്റ്. ഒട്ടും സമയമല്ല, നാളെ തന്നെ മടങ്ങണം. അതിനു മുമ്പ് ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോകാലോ എന്ന് കരുതി വന്നതാ. താങ്ക് യു. കത്രീനെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറിഞ്ഞിപ്പുഴ പള്ളിയിലെ പെരുന്നാളിന് കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. ഇനി കൊച്ചിനെ ഇഷ്ടമായാലും വിളിച്ചു പറഞ്ഞേച്ചാ മതി. അബ്ദുക്കയുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്. ഒരു 5-6 ചായ എടുക്ക. അയ്യോ, ചായ കുടിക്കാനൊന്നുള്ള സമയമില്ല. അങ്ങനെ പോയാലോ? പെണ്ണിന് ചെറുക്കനെ ഒന്ന് കാണണ്ടായോ? ദാണ്ടേ നല്ല വിളവാ, വിലയുണ്ട്. ഇത്തവണ നിന്നെ കെട്ടിക്കാനുള്ള കാഴ്ച തന്നെ അതിൽ നിന്നുണ്ടാകും. ഞാൻ കെട്ടത്തൊന്നുമില്ല. എനിക്കെന്നെ ഇച്ചായൻ്റെ കൂടെ തന്നെ നിന്നേച്ചാ മതി. പിന്നെ നീ എന്നെ കെട്ടാമങ്കയായിട്ട് നിൽക്കാൻ പോണോ? മുക്കിപ്പല്ല വരുന്നവരെ. എന്നാ അത് ഇച്ചായം കെട്ട്, എന്നിട്ടാട്ടെ. പിന്നെ പാർട്ടിയും കൂടിയൊക്കെ നടക്കുന്നത് എനിക്കറിയ വേണ്ടവരാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. കള്ളച്ചിരി. ആനിക്കുട്ടിയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഏതാ ആനിക്കുട്ടി? ഓ, ഇപ്പൊ ആനിക്കുട്ടി അറിയത്തില്ല. കളിയും ചിരിയൊക്കെ ഞാൻ കാണുന്നതല്ലേ.
അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ചായ വെച്ച് താമസിപ്പിക്കുന്നത്? ചെന്ന് കെട്ടിക്കൊണ്ട് വന്നേ. അതിനവൻ ആങ്ങളമാര് സമ്മതിക്കണ്ടേടി. അവരുടെ പുന്നാര പെങ്ങളാ. ആനക്കുട്ടി ഒരു വാക്ക് പറഞ്ഞ പിറ്റേന്ന് തന്നെ കെട്ടിച്ചു തരും. അതൊന്നും വേണ്ട, ഇനി നിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി അച്ഛൻ്റെ കാര്യം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ തന്നെ വർക്കിച്ചായനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നേച്ചാ മതി.